സുഹൃത്തുക്കളെ, ഇന്നത്തെ വർക്ക് ഉണ്ടല്ലോ, ഒരു പുതിയ മോഡൽ, ഒരു വ്യത്യസ്തമായ അടുപ്പിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഇന്നത്തെ വർക്ക് ഇതൊന്ന് കണ്ടു നോക്കൂ. മാഷാ അല്ലാഹ്, അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീടാണ്. ഇതാണ് ഗ്രില്ലഡ് ചിക്കൻ ചുടാനും ഒക്കെ ഉള്ള സൗകര്യമുള്ള അടുപ്പ്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മോഡലാണ്. ഇതാണ് ഇതിൻ്റെ കരി വരുന്ന ചിക്കൻ ചുടാനുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഇതാണ് കരി വാരുന്ന ഏരിയയാണ്. അതായത് നമുക്ക് ചാർക്കോളൊക്കെ കൊടുന്ന് ഈ സാധനത്തിൽ കനലാക്കിയിട്ട് ഇവിടെ ഇടുക. ഇതാ ഈ സാധനത്തിൽ കണ്ടോ, അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ ചാർക്കോൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കരി ഈ താഴെ വരും, അവിടുന്ന് വാരിയെടുക്കുക. ഇതാ അതിനുള്ള പിന്നെ ചിക്കൻ കബാബ് ചുടാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള അതൊക്കെ ഇതിൽ ഞങ്ങളുടെ സെറ്റിലുണ്ടാവും. അങ്ങനെ 2-3 ഇതുണ്ടാവും. പിന്നെ ഗ്രില്ല് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യും. ഇതാണ് ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അടുപ്പുകളുടെ ഒരു വ്യത്യസ്തമായ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇന്നത്തെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് കുഴൽ വെക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അതുമാതിരി സൈഡിലേക്കും കുഴൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ചിമ്മിനിയുടെ അകത്ത് കൂടെ ഒരു 1.5 കുഴൽ ജോയിൻ്റ് ചെയ്തിട്ടാണ് മുകളിലാണ് ഈ പരിപാടി. കണ്ടോ, അത് അവിടുന്ന് അങ്ങോട്ട് ചുമര് ഭിത്തി തുളച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇതിൽ കരി വന്ന് അടയുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ആ കരിയൊക്കെ എടുത്ത് കളയാനായിട്ട് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കൈയിട്ടിട്ട് കരിയൊക്കെ വാരി കളഞ്ഞ് ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് വെക്കാനുള്ളതാണ്. ഗ്രാനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇത് മുകളിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതുമുണ്ടാവും. ഞങ്ങളുടെ ഫോൺ നമ്പർ എന്താവശ്യമുണ്ട് വെച്ചാൽ എപ്പോഴും വിളിക്കാവുന്ന രീതിയിൽ. ഇതൊക്കെ 2mm തിക്നെസ്സുള്ള നല്ല ജിന്താൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അടുപ്പാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇന്നത്തെ വർക്ക്. പിന്നെ ഇതിനൊക്കെ നമ്മുടെ അടപ്പുകളും കാര്യങ്ങളും സാധാരണ അടുപ്പായിട്ട് നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. സാധാരണ അടുപ്പ് പോലെ ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരടുപ്പ് ചെറുതും ഒരടുപ്പ് വലുതുമായിട്ട് വരും. പിന്നെ നമുക്കിത് ഉപയോഗം കഴിഞ്ഞാൽ ഇങ്ങനെ അടച്ച് വെക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റോറേജൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതൊന്നും ചിക്കൻ ചുടാനും മറ്റൊക്കെ പറ്റും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റോറേജായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ അടച്ച് വെക്കാനും. പിന്നെ ഇതിന്ന് റിമൂവ് ചെയ്യാൻ പറ്റിയതാണിത്. അതായത് കാസ്റ്റേൻ്റെ സാധനമാണ്. പിന്നെ നമുക്കിത് ചിക്കൻ ചുടാൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്രയും പുതിയ മോഡലുകൾ അടുപ്പുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വന്നതാണ്. എന്തായാലും ഇതുപോലുള്ള അടുപ്പിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ. പിന്നെ നമുക്കൊരടുപ്പ് വലിയതുണ്ടാവും, അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ. പിന്നെ നമുക്കിതാ റെഡ്യൂസർ ഉണ്ടാവും, കാസ്റ്റേൻ്റെ റെഡ്യൂസറാണ്. പിന്നെ ഇതിങ്ങനെ പുക പോകുന്ന വഴിയാണ് അതുപോലെ. പിന്നെ ഇത് ഇപ്പുറം ഷട്ടർ വെച്ച് കൊടുക്കാനുള്ള ഒരു ഷട്ടറിൻ്റെ ഗ്യാപ്പാണിത്. ഒരടുപ്പ് കത്തിക്കുമ്പോൾ അപ്പുറത്ത് അടയ്ക്കാവുന്ന ഷട്ടർ. ഇവിടെ ഒരു ചെറിയ അടുപ്പുണ്ടാവും, അതിനുള്ള റെഡ്യൂസർ. ഗ്രില്ലഡ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഐറ്റംസുകൾ. കബാബ് ചൂടാനുള്ള 2-3 കോലുകളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ആലുവ അടുപ്പിൻ്റെ ഇതുപോലുള്ള അടുപ്പുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചോളൂ. ഞങ്ങളുടെ നമ്പർ ഇതിൽ സ്ക്രീനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വർക്കാണിത്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.